നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. രാവിലെ ഒരു യാത്ര പുറപ്പെടുകയാണ്. പാലക്കാടാണ് നമ്മുടെ ലക്ഷ്യം. പാലക്കാട് എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മോടൊപ്പമുള്ള വാഹനം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം സുപരിചിതമായ വോൾവോയുടെ EX30 ആണ്. EX30 നമ്മൾ ഇതിനു മുമ്പ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് രാജസ്ഥാനിൽ വെച്ചായിരുന്നു. വളരെ കുറച്ച് നേരം സാധാരണ മീഡിയ ഡ്രൈവിന് കിട്ടുന്ന സമയം കിട്ടിയുള്ളൂ. അന്ന് കുറച്ച് ഓടിച്ചപ്പോൾ തന്നെ ഇത് കൂടുതൽ ദൂരം ഓടിക്കണം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് നമ്മളിന്നിപ്പോൾ ഈ വാഹനമായിട്ട് വന്നിരിക്കുന്നത്. വോൾവോയുടെ ഏറ്റവും ചെറിയ SUV ആണ് EX30. പക്ഷേ നല്ല റേഞ്ചാണ് കമ്പനി പറയുന്നത്. 500 കിലോമീറ്ററാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന പട്ടിക്കാടാണ്. പട്ടിക്കാട് തൃശ്ശൂർ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കാപ്പ് കുടിക്കുന്ന നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മസാല ദോശയൊക്കെ കഴിച്ച് നല്ല ജോറായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നല്ല കാറ്റാണ്. പാലക്കാടൻ കാറ്റ് നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നല്ല രസകരമായ കാറ്റാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞല്ലോ 500 കിലോമീറ്ററാണ് കമ്പനി പറയുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാവിലെ ഓടിച്ച് തുടങ്ങി ഇവിടം വരെ എത്തിയപ്പോൾ ഒരു 410 വരെ കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ അതിനുശേഷം നെല്ലിയാമ്പതിയിലേക്ക് പോകുമ്പോൾ ഹൈ റേഞ്ചാണ്. അവിടെ എത്രത്തോളം റേഞ്ച് കിട്ടുന്നുണ്ടെന്ന് നോക്കേണ്ട കാര്യമുണ്ട്. മറ്റൊരു കാര്യമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, വോൾവോയുടെ ഏറ്റവും ചെറിയ SUV ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഉൾഭാഗത്ത് സാധാരണ നമ്മൾ കാണുന്ന വോൾവോയുടെ SUV അത്രയും സ്പേസ് ഇല്ല. മുൻഭാഗത്തുണ്ട്, പക്ഷേ പിൻഭാഗത്ത് അത്രയധികം സ്പേസ് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം യാത്രാസുഖമുണ്ടെന്ന് നോക്കേണ്ട കാര്യമുണ്ട്. എങ്കിൽ പോലും എനിക്കിപ്പോൾ ഇത്രയൊക്കെ ഓടിച്ചപ്പോൾ മനസ്സിലായത് ഇതൊരു ഗംഭീര സിറ്റി കാറാണെന്നുള്ള കാര്യമാണ്. സിറ്റിയിൽ നല്ല രസകരമായിട്ട് ഓടിച്ചു പോകാം. നല്ല പെർഫോമൻസ് ആണ്. 5.7 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അപ്പോൾ അത്തരം പല കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. എന്തായാലും ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും സസ്റ്റൈനബിൾ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതായത് ഉൾഭാഗത്ത് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ പോലുള്ള മെറ്റാലിക് സാധനങ്ങൾ ഒഴിച്ചു നിർത്തി എല്ലാം റീസൈക്കിൾഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു രസകരമായ കാര്യം, എനിക്ക് തോന്നുന്നത് ലോകത്ത് മറ്റൊരു വാഹന കമ്പനിയും ചെയ്യാത്ത കാര്യമാണ്. നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ 3 മരങ്ങൾ നിങ്ങളുടെ പേരിൽ ഒരു സ്ഥലത്ത് നടുന്നുണ്ട്. അതായത് നമ്മളല്ല കേട്ടോ, കമ്പനി തന്നെ നടുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ഡൽഹിയിലാണത് അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പഴയ ഒരു ഡംപിങ് യാർഡ് എടുത്തിട്ട് അവിടെ നമുക്ക് വേണ്ടി ഒരു കാട് തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വോൾവോ. അപ്പോൾ നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കുന്നത് നിങ്ങളുടെ പേരിൽ 3 മരം നടന്നു. ആ മരത്തിൻ്റെ വളർച്ചയും മറ്റു കാര്യങ്ങളും നിങ്ങളെ എപ്പോഴും അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ പേരിൽ 3 മരങ്ങൾ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. വോൾവോ പോലൊരു കമ്പനി മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, നമ്മളിത് വാങ്ങിക്കുമ്പോൾ പ്രകൃതിക്ക് വേണ്ടി 3 മരങ്ങൾ പോലും നടുന്നുണ്ടെന്നുള്ള രസകരമായ ഒരു കാര്യമാണ്. അങ്ങനെ പല രസകരമായ കാര്യങ്ങളും ഈ വാഹനത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് യാത്ര ഇനി പുനരാരംഭിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും വോൾവോ XC30 സ്വാഗതം. എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രദേശം എന്ന് പറയുന്നത് പാലക്കാട്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ ആയിരിക്കാം. കാരണം അതിന് 2 കാരണങ്ങളാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, മനോഹരമായ റോഡുകൾ. തൃശ്ശൂരിലെ ഒരു തിരക്ക് കഴിഞ്ഞ് പിന്നെ നമ്മൾ കോയമ്പത്തൂരൊക്കെ പോകുന്ന വഴിക്ക് നല്ല ഗംഭീരമായ ഹൈവേ. നമുക്കിതാ കണ്ടോ, മുന്നിലേക്ക് നോക്കി ഒരു വണ്ടിയില്ല, സുഖമായിട്ട് പോകാം. അതൊന്ന്. 2, പ്രകൃതി ഭംഗി. ഈ പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് വളരെ വെറൈറ്റി ഒരു പ്രകൃതി ഭംഗിയാണ്. അതായത് പനകളും ഈന്തപ്പനകളും ഈന്തപ്പനല്ലോ അല്ലേ, സാധാ പനകളുടെ ഒരു പ്രദേശം ഉണ്ടാകാം. അതുപോലെ തന്നെ സഹ്യപർവ്വതത്തിൻ്റെ ആ ഒരു ഓരത്തുകൂടി പോകുമ്പോൾ അതിമനോഹരമായ ഭംഗിയുള്ള പച്ചപ്പുള്ള സ്ഥലങ്ങൾ കാണാം. പിന്നെ പാലക്കാടിൻ്റെ ഒരു സംസ്കാരം ഒക്കെ രസകരമാണ്. ഒരു തമിഴ് കലർന്ന ഒരു സംസ്കാരമൊക്കെ രസകരമാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ ഹൈവേ കൂടി പോകുമ്പോൾ ഹൈവേയുടേതായ പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ്. ഇവിടെ ഇപ്പോൾ പണി നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ലൈൻ ട്രാഫിക് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം നമ്മളെപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. അതായത് വേണ്ട ലൈനിൽ കൂടെ ആയിരിക്കില്ല പലരും ഓടിക്കുന്നത്. സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെയും ഫാസ്റ്റ് ട്രാക്കിൽ കൂടെയും മറ്റു വാഹനങ്ങൾ ലെഫ്റ്റിൽ കൂടെ എന്നൊക്കെ പറയുന്ന രീതികളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും വലതുവശത്ത് വലിയ ട്രക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളതിനെ ഓവർടേക്ക് ചെയ്ത് പോകേണ്ടി വരും. ഇന്നിപ്പോൾ നമ്മൾ എറണാകുളത്ത് വരുമ്പോൾ തന്നെ അങ്ങനെ ഒരു ട്രക്ക് വലതുവശത്തൂടെ പോയി. ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്ത് വലതുവശത്ത് തന്നെ അതിൻ്റെ മുന്നിൽ വളരെ പതുക്കെ പോയി. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേട്ടാന്ന് കൈ കാണിച്ചപ്പോൾ എന്തോ ഒരു മര്യാദക്കാരനായിരുന്നുണ്ട്. പിന്നെ ആ ഡ്രൈവർ അങ്ങനെ തന്നെയാണ് ഓടിച്ചു പോയത്. പക്ഷേ ഇതിൽ ആരെയും കുറ്റം പറയാനില്ല. നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത് ഇത് ആരും പഠിപ്പിക്കുന്നില്ല. ഏതാണ് ലൈൻ ട്രാഫിക്, ഏതുവഴി പോകണം, സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ റൈറ്റ് സൈഡിൽ പോകുക, സ്പീഡ് കുറഞ്ഞ വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിൽ പോവുക, വലതുവശത്ത് കൂടി പോകുന്ന വാഹനത്തിൻ്റെ പിന്നിൽ മറ്റൊരു അതിലും വേഗതയിൽ വാഹനം വന്നാൽ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് കയറി. ഇത്തരം കാര്യങ്ങൾ നമ്മളാരും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ലൈസൻസിങ് സമ്പ്രദായത്തിലൊന്നും അത്തരം കാര്യങ്ങൾ പറയാത്തതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. എങ്കിലും കുറേയെങ്കിലുമൊക്കെ ഇതനുസരിക്കുന്നത് വിദേശ രാജ്യത്തൊക്കെ പോയിട്ടുള്ളവരായിരിക്കാം, ലൈൻ ട്രാഫിക് കണ്ടിട്ടുള്ളവർ. ഇപ്പോൾ നമ്മളിവിടെ മുഴുവൻ പണി നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു സൈഡ് റോഡിൽ കൂടെ വിട്ടിരിക്കുകയാണ്. അതിനുശേഷം മുന്നിലേക്ക് പോയി നമ്മൾ ഹൈവേയിൽ കയറുമ്പോൾ ഈ ലൈൻ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. നമുക്ക് അത്ര 1-2 വിഷ്വലൊക്കെ കാണാൻ പറ്റും, തീർച്ചയായിട്ടും കാണാൻ പറ്റും. കാരണം വെച്ചാൽ ലൈൻ ട്രാഫിക് അറിയാത്തവർ ഓടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ചില വിഷ്വൽസും കാണാൻ സാധിക്കും.
അപ്പോൾ അതൊക്കെ കണ്ടും കേട്ടും നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ, അധിക നേരമൊന്നും കാക്കേണ്ടി വരില്ല ലൈൻ ട്രാഫിക് തെറ്റിച്ച് പോകുന്നൊരു വാഹനം കാണാൻ. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ പോകുന്ന ഈ ഒരു വാഹനം, ഇത് ശരിക്കും പറഞ്ഞാൽ സ്ലോ മൂവിങ് ഒരു വാഹനമാണ്. ഇതിങ്ങനെയല്ല പോകേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ പിന്നിൽ സ്പീഡിൽ വരുന്നൊരു വാഹനം വരുമ്പോൾ ഇങ്ങനെയല്ല എടുക്കേണ്ടത്. അപ്പോൾ തന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കയറേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരിക്കലും ഈ ഒരു സ്പീഡ് ട്രാക്കിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്, നമ്മളിത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, നടുക്കൂടെ പോകുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് ഓടിക്കുന്നതൊക്കെ അതിനെപ്പറ്റി ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സെയിം സംഭവം അടുത്തത്, ഇത് മറ്റേ പഴക്കൊല കൊണ്ടുപോകുന്ന വാഹനമാണെന്ന് തോന്നുന്നു. അതും റൈറ്റ് സൈഡത്തെ ട്രാക്കിൽ തന്നെ പിടിച്ചു പോകുന്നു. അപ്പോഴും നമുക്ക് ഈ ഒരു ട്രാക്കിൽ നിന്നും ലെഫ്റ്റ് എടുക്കേണ്ടി വരുന്നു. ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ ഓടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാതെ മനഃപൂർവ്വം ആരും ട്രാഫിക് ബ്ലോക്കാകാൻ ശ്രമിക്കില്ല. പക്ഷേ ഇവർ രണ്ട് കൂട്ടരും അത്യാവശ്യം ഇതിനെപ്പറ്റി ധാരണയുള്ളവരാണെന്ന് തോന്നുന്നു. ആ രണ്ട് വാഹനങ്ങളും സ്ലോ മൂവിങ് ട്രാക്കിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഇതാണ്. കാരണം വളരെ വീതി കൂടിയ ഹൈവേകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. അതുകൂടാതെ അടുത്ത കാലത്ത് വീണ്ടും നമ്മൾ വി ഡി സതീശനെ, നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. കോൺഗ്രസിലെ പാരകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് കേരളത്തിന് മുഖ്യമന്ത്രി ആകേണ്ട ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ ഈ ഒരു ലൈൻ ട്രാഫിക്കിനെ പറ്റിയാണ് കാര്യമായിട്ട് സംസാരിച്ചത്. അപ്പോൾ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്, ശരിയാണ്, നമ്മുടെ പാഠ്യപദ്ധതിയിലും അല്ലെങ്കിൽ ലൈസൻസിങ്ങിലൊക്കെ ഈ ഒരു ലൈൻ ട്രാഫിക് കൊണ്ടുവരണം എന്നുള്ള കാര്യം. എന്നാൽ ഇവിടെയൊക്കെ അല്പം മാന്യമായിട്ടാണ് എല്ലാവരും ഓടിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ബസ്സൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്നു. നമ്മളിപ്പോൾ കുതിരാൻ ടണലിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബസ് ഇൻഡിക്കേറ്റർ ഇടാതെ റൈറ്റ് എടുക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇല്ല, മാന്യനാണ്, ബ്രേക്ക് ഔട്ടി. നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇൻഡിക്കേറ്റർ പോലും ഇടാതെ വാഹനങ്ങൾ റൈറ്റൊക്കെ എടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ വോൾവോ പോലുള്ള വാഹനങ്ങളുടെ ഗുണം മനസ്സിലാക്കുന്നത്. അതായത് എമർജൻസി ബ്രേക്കിംഗ് ഉൾപ്പെടെയുള്ള അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട്. കൂടാതെ നമ്മൾ ലൈൻ ചേഞ്ചിൽ പോലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിൽ വാഹനം സ്റ്റിയറിങ്ങിൽ ഒരു പിടുത്തം ഇങ്ങനെ വരും. അതൊക്കെ നമ്മളെ പെട്ടെന്ന് ലൈൻ ചേഞ്ച് ആയിപ്പോയി എന്നൊക്കെ നമ്മളെ ഓർപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ എല്ലാം ഒരു കൂടാണ് ഈ ഒരു വാഹനം എന്ന് പറയാം. അതായത് വോൾവോയുടെ വാഹനങ്ങളിലെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ ഏറ്റവും മികച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന EX30-ലാണ്. അപ്പോൾ ഹൈവേ വിട്ട് നെല്ലിയാമ്പതിക്ക് പോകുന്ന റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. കയറ്റങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. എന്തായാലും പാലക്കാടിൻ്റെ ഭംഗി കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. നല്ല പച്ചപ്പും നല്ല കള്ളുഷാപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ എന്താ പറയുക, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന കൊല്ലങ്കോട്, ആലത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെയുള്ള റോഡാണിത്. അവിടുന്ന് തിരിഞ്ഞാണ് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത്. നമ്മൾ അടുത്ത കാലത്ത് കണ്ട വാഹനങ്ങളിലെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ കൺസോൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് XC30-ക്കാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ശുദ്ധ ശൂന്യത കേട്ടോ, ഒരു സാധനവും ഇല്ല. സാധാരണഗതിയിൽ ഏതൊരു വാഹനത്തിനും ഇവിടെ ഒരു മീറ്റർ കൺസോൾ ഉണ്ടാവും. അതൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഈ ഒരു വെർട്ടിക്കലി മൗണ്ടഡ് 12.3 ഇഞ്ച് സ്ക്രീനിൽ ഒതുക്കിയിരിക്കുകയാണ്. അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അപാരമാണ്. ഇത് എന്താ പറയുക, ഗൂഗിൾ ഡ്രിബൺ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറാണ്. സ്നാപ്ഡ്രാഗൺ ചിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ഷാർപ്പാണ്. നല്ല രസമുള്ള സ്ക്രീനാണ്. നമ്മളിപ്പോൾ നെല്ലിയാമ്പതിക്കുള്ള ഗൂഗിൾ മാപ്പ് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ക്ലാരിറ്റി ഉണ്ടോ, എത്ര ഷാർപ്പാണെന്നുണ്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ റേഞ്ച് കാണിക്കുന്നത് ഏതാണ്ട് 300 കിലോമീറ്റർ അടുത്താണ്. ഇപ്പോൾ 73% കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള യാത്രകൾ പലപ്പോഴും റേഞ്ച് എന്ന് പറയുന്നത് ചവിട്ടി പിടിച്ച് പോകുന്നു, ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ നിർത്തുന്നു. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് കണ്ടീഷൻസ് നമുക്കുണ്ട്. എങ്കിൽ പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് 410 കിലോമീറ്ററോളം റേഞ്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. മറ്റു കാര്യമുള്ള ഫിസിക്കൽ സ്വിച്ചുകളെന്ന് പറയുന്നത് ഇല്ല. അത് പലപ്പോഴും ഒരു യൂസ്ഡ് ആകണം, നമ്മളൊന്ന് ഉപയോഗിച്ച് യൂസ്ഡ് ആകേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഹെഡ് ലാമ്പ് ആയാലും ഈ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ ഈ സ്ക്രീനിലാണ് ചെയ്യുന്നത്. അത് തുടക്കത്തിൽ 1-2 ദിവസം ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം, പക്ഷേ അതിന് ശേഷം അതും ഒരു യൂസ്ഡ് ആയിട്ട് മാറും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിലെ ഹാർമൻ ഗാർഡിൻ്റെ ഈ ഒരു മ്യൂസിക് സിസ്റ്റമാണ്. നമ്മൾ വോൾവോയുടെ മറ്റു വാഹനങ്ങൾ, ഇപ്പോൾ XC90 പോലുള്ള എല്ലാ വാഹനങ്ങളൊക്കെ കാണുന്ന ബോവിൻസ് ആൻഡ് വിൽക്കിൻസിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണെങ്കിൽ ഇതിൽ ഹാർമൻ ഗാർഡനാണ് കൊടുത്തിരിക്കുന്നത്.
കുറച്ചുകൂടെ പ്രീമിയം എന്ന് വിളിക്കാവുന്നത് ബോവൻസ് ആൻഡ് വിൽക്കിൻസ് ആണ്. പക്ഷേ ഇതിൻ്റെയും സൗണ്ട് ക്വാളിറ്റി അപാരമാണ്. ഇതിന് സബ് വൂഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന ഒരു സൗണ്ട് ബാർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം ഹാമൻ കാണുന്ന ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രീമിയംനെസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഈ കാണുന്ന ഉൾപ്പെടെയുള്ള ഇതിലെ ഈ ഒരു മെറ്റാലിക് സാധനങ്ങൾ ഒഴിച്ച് ഈ കാണുന്ന മെറ്റൽ പാർട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ എല്ലാം റീസൈക്കിൾഡാണ്. അതൊരു സംഭവം തന്നെയാണ്. ഒരു വാഹനത്തിൻ്റെ ഉത്ഭാവത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു റീസൈക്കിൾഡാക്കി മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. മറ്റൊരു കാര്യമുള്ളത്, മൃഗങ്ങളെ കൊന്നുള്ള പരിപാടിക്ക് പോലും വോൾവോ ഇല്ല. അതായത് സീറ്റിൽ ലെതർ പോലുള്ള കാര്യങ്ങളൊന്നും മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ച്, അതാണല്ലോ സാധാരണ നമ്മൾ കാണുന്നത്, അത്തരത്തിലുള്ള ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ വളരെ എന്താ പറയണ്ടേ, ജീവന് ഹാനികരമായതോ അല്ലെങ്കിൽ ജീവനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും ഉപയോഗിക്കാത്ത ഇൻറ്റീരിയർ എന്നാണ് പറയേണ്ടത്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ 3 മരത്തൈകൾ നിങ്ങളുടെ പേരിൽ നടപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ പ്രത്യേകതയുള്ള വാഹനമാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നെല്ലിയാമ്പതിയിലേക്കുള്ള പാതയിൽ ഒരു കുപ്പിക്കഴുത്ത് പോലുള്ളൊരു ഭാഗമുണ്ട്. അതാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന നെന്മാറ ടൗൺ. നെന്മാറ ടൗൺ എപ്പോഴും തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. നെന്മാറയുടെ പ്രത്യേകത അറിയാമല്ലോ. ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ അമ്പലമുണ്ട്. അവിടുത്തെ വേലങ്കി എന്നാണെന്ന് തോന്നുന്നു ഇവിടെ വിളിക്കുന്നത്, നെന്മാറ വേലങ്കി. അത് വളരെ പ്രസിദ്ധമാണ്. നേരെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അമ്പലമാണ് നെന്മാറയിലെ പ്രസിദ്ധമായ ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രമൊക്കെ അടയ്ക്കുന്ന സമയമായി കാണും. നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് തന്നെ മുറ്റം വഴിയൊന്ന് പോരാം. അല്ല ശ്യാമിനത് കാണണമെന്നുണ്ടായിരുന്നു. ഇതാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. വളരെ പ്രസിദ്ധമായ പൂരമാണ് വേല എന്നറിയപ്പെടുന്ന പൂരം. വലിയൊരു ഗംഭീരമായ ഒരു കുളമുണ്ട് കേട്ടോ, ക്ഷേത്രക്കുളം. കെ ബാബു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നിർമ്മിച്ച വിളക്കാണെന്ന് തോന്നുന്നു. അത്ര വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ നാണം കെട്ട രാഷ്ട്രീയക്കാരുടെ കളികൾ. നമ്മുടെ കാശെടുത്തുണ്ടാക്കിയിട്ട് അങ്ങേരുടെ പേര് എഴുതി വയ്ക്കും. അപ്പോൾ ഇതാണ് ക്ഷേത്രം. എന്തായാലും കയറാൻ സമയത്ത് ഭഗവതി രക്ഷിക്കണേ. ഇത് മനോഹര ഒരു ഊട്ടുപുര കണ്ടോ, പഴയ ഊട്ടുപുര, ദേവസ്വം ഓഫീസ് ഒക്കെയാണത്. അപ്പോൾ നമ്മൾ വീണ്ടും നെല്ലിയാമ്പതിക്കുള്ള യാത്ര തുടരുകയാണ്. നെല്ലിയാമ്പതി, പോത്തുണ്ടി പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രം 3 സ്ഥലങ്ങളിലേക്കുള്ള ബോർഡ് വെച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാം കഴിഞ്ഞാണ് നമ്മൾ ആ ഒരു ഗട്ട് റോഡ് ആരംഭിക്കുന്നത്, നെല്ലിയാമ്പതിക്കുള്ള ഗട്ട് റോഡ്. നമ്മളിങ്ങനെ നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴിക്ക് ഒരു കിടിലൻ വ്യൂ കണ്ട് നിർത്തിയതാണ്. വ്യൂ എന്ന് പറയുന്നത് ആ കാണുന്ന പുല്ലുകളാണ്. ഈ പുല്ലിനെ പൊതുവെ സിനിമ രംഗത്ത് അറിയപ്പെടുന്നത് കമൽ പുല്ലെന്നാണ്. കാരണം കമൽ സാറിൻ്റെ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളിൽ പാട്ട് സീനിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന പുല്ലാണ്. കമൽ പുല്ല് എന്നുള്ള ഈ പേര് എനിക്ക് പറഞ്ഞു തന്ന മറ്റൊരു പ്രശ്നമായ സംവിധായകനാണ് അദ്ദേഹം. ഈ കമലിൻ്റെ അസിസ്റ്റൻ്റ് അടക്കം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും കമൽ സാറിനെ ആകർഷിച്ചതിൽ അത്ഭുതമില്ല. നല്ല രസമുണ്ട്. ഇവിടുത്തെ കാറ്റ് കണ്ടോ, മാരകമായ കാറ്റ്, അതായത് നിൽക്കാൻ പറ്റാത്ത കാറ്റാണ്. പാലക്കാടൻ കാറ്റെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. അതോടൊപ്പം തന്നെ ഇവിടെ നല്ല പച്ചപ്പുള്ള പാടം, അതിൻ്റെ പിന്നിൽ തെങ്ങുകൾ, പിന്നിൽ സഹ്യവ്രതത്തിൻ്റെ തുടക്കം. ഇതൊക്കെയാണ് പാലക്കാടിനോട് നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുന്നത്. എന്തായാലും അതിമനോഹരമായ കാഴ്ച. ഒരു തംബ്നെയിലൊക്കെ എടുത്തു, പക്ഷേ ലൈറ്റ് ഫെയറബിൾ അല്ലാത്തതുകൊണ്ട് തംബ്നെയിൽ എങ്ങനെയാകുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും യാത്ര തുടരുകയാണ്. പോകുന്ന വഴി ഇത്തരം കാഴ്ചകളൊക്കെ കാണുകയാണല്ലോ പ്രധാനം. എന്തായാലും ഈ ഒരു ഭംഗിയുള്ള സ്ഥലത്ത് ഈ വാഹനം കിടക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് മാറുന്നുണ്ട്. ഈ സ്ഥലവും അതെ, വാഹനവും അതെ. എന്തായാലും വളരെ രസകരമായ രൂപമാണ്. അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വോൾവോയുടെ വാഹനങ്ങളുടെ രൂപം എന്ന് തന്നെ വിളിക്കാം. മുൻഭാഗം ഇത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് കാർ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. ഒരു സാധനമില്ല. ഏറ്റവും താഴെ ഒരു കുഞ്ഞ് എയർ ഡാം കാണാമെന്നല്ലാതെ മറ്റ് യാതൊരു ഗ്രില്ലോ അത്ര ഒരു കാര്യങ്ങളുമില്ല. ആ കാണാവുന്ന വോൾവോയുടെ ഒരു വലിയ കുടുംബാസൂത്രണ ലോഗോ മാത്രമാണ്. എനിക്കിത് കാണുമ്പോൾ എപ്പോഴും ഓർമ്മ നമ്മുടെ പഴയ ഒരു കുടുംബാസൂത്രണം ഉണ്ടല്ലോ, ഫാമിലി പ്ലാനിങ്ങിൻ്റെ സർക്കാരിൻ്റെ ലോഗോ ഉണ്ട്, ഇങ്ങനൊരു വര, അതാണ് എനിക്ക് ഓർമ്മ വരാനുള്ളത്. അതുപോലെ തന്നെയാണ് വളരെ രസകരമായ എലമെൻസ് ഉള്ള ഹെഡ് ലാമ്പും ഡേറ്റ റണ്ണിങ് ലാമ്പും കൂടെ ചേരുന്ന ആ ഒരു പോർഷൻ, അതും ഈ ഒരു ലോഗോയും അല്ലാതെ ഒന്നുമില്ല മുൻഭാഗത്ത് കാണാൻ. അപ്പോൾ എന്നാലും വാഹനത്തിൻ്റെ ഒരു വിശേഷങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് പോത്തുണ്ടി ഡാമൊക്കെ കഴിഞ്ഞ് മുകളിലെത്തിയിട്ട് നമുക്ക് കുറച്ചുകൂടി അടുത്ത് വാഹനം കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടരാം.
അങ്ങനെ നമ്മൾ പോത്തുണ്ടി ഡാം ഏരിയയിലേക്ക് എത്തുകയാണ്. പോത്തുണ്ടി ശിവക്ഷേത്രം, അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോത്തുണ്ടി ഡാം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു വലിയ എർത്ത് ഡാമാണ്. 1971 നിർമ്മിച്ച ഒരു ഇറിഗേഷൻ ഡാമാണ്. പാലക്കാട് ഈ ഒരു പ്രദേശത്തെ 13,500 ഏക്കർ സ്ഥലത്തേക്കുള്ള ജലസേചനമാണ് പ്രധാനമായിട്ടും ആ ഒരു ഡാം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സുർക്കി, അതുപോലെ തന്നെ ചുണ്ണാമ്പ്, അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു മിക്സ് വെച്ചിട്ടാണ്. അതുകൊണ്ട് എന്താ പറയുക, വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ഞാൻ ഈ സുർക്കി എന്ന് പറയുന്ന സാധനത്തെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ അതിൽ ശർക്കരയൊക്കെ ചേർന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ശർക്കരയാണെങ്കിൽ ഡാം ഉറുമ്പരിക്കില്ലേ എന്നുള്ളൊരു ന്യായമായ സംശയം എനിക്ക് വരുന്നുണ്ട്. അപ്പം ഉറുമ്പരിക്കാത്ത ശർക്കര ഉണ്ടോ അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിനെപ്പറ്റി അറിയാവുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉത്തരം തന്നെ വിചാരിക്കുന്നു. ഉറുമ്പ് വരാതെ എങ്ങനെ ഈ സുർക്കി മിശ്രിതം ഡാമിൽ ചേർത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ സംശയം. അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ തുടങ്ങുന്നത്. 1.25 കിലോമീറ്റർ നീളമുള്ള ഒരു വമ്പൻ ഡാമാണ്. ഏകദേശം 1.675 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉണ്ട്. അത് 1.25 കിലോമീറ്റർ അടുത്തുണ്ട്. ഇതാ അതിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. അതിലേക്ക് വണ്ടി കയറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഏതായാലും മദർ തെരേസ സ്കൂളിലെ കുറേ ബസ്സുകൾ കിടക്കുന്നു. ഇനി മുന്നിലൊരു സ്ട്രെയിറ്റ് റോഡും ലെഫ്റ്റ് സൈഡിൽ ഡാമുമായിട്ട് നമ്മളങ്ങനെ നെല്ലിയാമ്പതി മല നിരകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് അതിനകത്ത് കേട്ടോ. ഡാമിൻ്റെ ആ ഒരു പ്ലേ ഏരിയയിൽ ഇതാണ് ആ ഡാം, പോത്തുണ്ടി ഡാം. ഇതിൻ്റെ അപ്പുറത്തൊരു കിഡിലൻ ഭംഗിയുള്ള റിസർവയറുണ്ട് ഇതിൻ്റെ ഈ ഒരു ഡാമിൻ്റെ. അത് നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. അത്യാവശ്യം ഭംഗിയായിട്ടൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഡാമുണ്ട്. ഇവിടെ ഒരു സിപ്പ് ലൈനൊക്കെ ഉണ്ട്. സിപ്പ് ലൈനിൽ മുകളിൽ നിന്ന് തൂങ്ങി താഴേക്ക് വരുന്ന സിപ്പ് ലൈനിൻ്റെ ഒരു എന്താ പറയുക, ഒരറ്റമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ടവർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഒന്ന് സൈൻ ചെയ്തിട്ട് വേണം നമ്മൾ മേൽഭാഗത്തേക്ക് പോകാൻ. അതാണ് ആ ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നൊരു സ്ലിപ്പൊക്കെ വാങ്ങിച്ച് മേലോട്ട് പോവാണ്. അപ്പോൾ മേലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ നിർത്തിയിട്ട് ഡാമിൻ്റെ വിഷ്വൽസൊക്കെ ഒന്ന് കാണാം. ഇവിടെ നിർത്തട്ടെ. ഇതാണ് ഡാം, പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇതിൽ കൂടെ ഒളിഞ്ഞു നോക്കാൻ മാത്രമേ അത് പറ്റുള്ളൂ. ഒളിഞ്ഞു നോട്ടം മലയാളികൾക്ക് ഒരു പുത്തരി അല്ലാത്ത മൂലം നമ്മൾ ഇതിനകത്തുനിന്ന് ഒളിഞ്ഞു നോക്കും. ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇതുവഴി കിടക്കാൻ പറ്റില്ല. അതുവഴി നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറേണ്ടി വരും. ഇതാ ഇതിൻ്റെ അകത്തുകൂടി. ശ്യാമ ഒളിഞ്ഞു നോക്കി പരിചയമുള്ള ആളാണോ? നോക്കിക്കോ, കണ്ട് കുളിക്കടവിലൊക്കെ നോക്കി കാണണം. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒളിഞ്ഞു നോട്ടം. എന്തായാലും ഭംഗിയുള്ള ഒരു റിസർവയറും സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ സൈഡിൽ നിൽക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഒരു റിസർവയറിൻ്റെ ഭംഗി. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മലയാണ് നമ്മൾ പോകാൻ പോകുന്ന, അതല്ല ശ്യാമ, ഈ സൈഡിൽ ഇതാണ് നെല്ലിയാമ്പതി മലനിരകൾ. ആ ഭാഗമൊക്കെ എന്ത് രസം നോക്കിയാൽ. പക്ഷെ അങ്ങോട്ട് നിന്ന് എത്തിപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ തന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സ്ഥലത്തെപ്പറ്റി അറിയാത്തതുകൊണ്ട് എങ്ങനെ എത്തണം എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ. അപ്പോൾ ഡാമിൻ്റെ സൈഡിൽ തന്നെ പ്ലാസ്റ്റിക് ഫ്രീ നെല്ലിയാമ്പതി എന്ന് എഴുതിയിട്ടുണ്ട്. അത് കുപ്പികളും മറ്റും ഇടാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ നല്ലൊരു വേസ്റ്റ് ബിൻ ഭംഗിയുള്ള രൂപത്തിൽ വെച്ചിട്ടുണ്ട്, കുപ്പിയുടെ രൂപത്തിൽ തന്നെ. പക്ഷേ അതിന് ശേഷം താഴേക്ക് കാണുന്ന കാഴ്ചയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക് കൂട്ടിയിട്ടിരിക്കുന്നു. ഒരു 2 സെക്കൻഡ് നടന്ന് അതിൻ്റെ അകത്തേക്ക് കളയാനുള്ള മടിക്കാണ് നമ്മുടെ ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രത്തെ ഇങ്ങനെയാക്കി മാറ്റിയിരിക്കുന്നത്. ആ ഒരു ക്ഷമ നമ്മളെന്ന് കാണിക്കുന്നോ അന്നേ നമ്മൾ നന്നാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതൊക്കെ കാണേണ്ടി വരും. നമ്മുടെ തൊട്ട് മുന്നിൽ ഒരു 4 വിദേശികളുണ്ട്. അവരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടാവുന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. അപ്പോൾ 360 ഡിഗ്രി ക്യാമറയുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ പോത്തുണ്ടി ഡാമിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് റിവേഴ്സ് എടുത്തതാണ്. നല്ല ക്ലാരിറ്റിയുള്ള ഗംഭീരമായ ക്യാമറ.
ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മഴക്കാലത്തിന് മുമ്പ് റോഡ് പണി തീർക്കുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊന്ന് ഈ നെല്ലിയാമ്പതി റോഡാണ്. പിന്നെ മറ്റൊരു പ്രശ്നം വെച്ചാൽ നെല്ലിയാമ്പതിയെ ബാഹ്യലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു റോഡ് ഇതാണ്. ഇതൊരു ലോകാവസാനമാണ് ഈ നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ റോഡിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ നിന്നുള്ള ഗതാഗതം തടസ്സപ്പെടും. ദിവസങ്ങളോളം ആൾക്കാർ അവിടെ കുടുങ്ങി കിടക്കും. നമ്മുടെ 2018 മഴക്കാലത്ത് അങ്ങനെ ദിവസങ്ങളോളം നെല്ലിയാമ്പതിക്കാർ അവിടെ കുടുങ്ങിപ്പോയി ഈ റോഡ് മണ്ണിടിഞ്ഞ് വീണിട്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇവിടുത്തെ റോഡുകൾ അല്ലെങ്കിൽ റോഡിൻ്റെ വശങ്ങളൊക്കെ നന്നാക്കി നിലനിർത്താൻ നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില പണികളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ അല്പം മുകളിലേക്ക് കയറിയപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ റിസർവോയർ കാണുന്ന ആ ഒരു സ്ഥലത്തെത്തി. ഇടയ്ക്ക് മരങ്ങളൊക്കെ മറയുന്നുണ്ടെങ്കിലും മനോഹരമായ റിസർവോയറിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നല്ല കാടാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് ഒരു തീപ്പൊരി മതി കംപ്ലീറ്റ് കത്തി ചാമ്പലാകാൻ. പക്ഷേ ഇവിടെ ഫയർ ലൈനും അങ്ങനെയൊന്നും വരച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സിഗരറ്റ് വലിച്ച് തീപ്പെട്ടി ഇട്ടാൽ മതി, വേണം ഈ കാട് മുഴുവൻ കത്തിപ്പോകാം. അല്ല, എന്തിനല്ല നെഗറ്റീവ് പറയുന്നത്? രാവിലെ എഴുന്നേറ്റിരുന്ന് വേണ്ട, വിട്ടു. ഞാൻ പറഞ്ഞത് വേണ്ട കേട്ടോ, ആരും മനസ്സിൽ കൊണ്ടു നടക്കണ്ട. സ്കൂട്ടറൊക്കെ ഓടിച്ച് വരുന്ന വിദേശികൾ അവരെത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടാവും ഇന്ത്യയിൽ അല്ല കേരളത്തിൽ വാഹനം ഓടിക്കുക എന്നാണ് ഞാൻ ആലോചിച്ചത്. നന്നായിട്ട് ട്രാഫിക് റൂളൊക്കെ കൃത്യമായി പാലിച്ച് ഓടിക്കുന്ന രാജ്യങ്ങളിൽ നിന്നായിരിക്കുമല്ലോ ഇവരൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ അന്തം വിട്ട പോക്ക് കണ്ട് കുന്തം വിഴുങ്ങി നിൽക്കാനേ വിദേശികൾക്ക് കഴിയാൻ സാധ്യതയുള്ളൂ. സാധാരണ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് സ്വാഗതം ചെയ്തതിന് വലിയ വെള്ളച്ചാട്ടമായത്. പക്ഷേ ഇന്നിപ്പോൾ കംപ്ലീറ്റ് മാറ്റി വരാണ്ട് ഒരു തിളക്കം മാത്രമേ ഉള്ളൂ. ആ സൈഡിൽ ശ്യാമിനെ അന്വേഷിക്കുന്നുണ്ട് ആൾ. ശ്യാമേട്ടാ എന്നൊക്കെ വിളിക്കുന്നത് വേണ്ടോ, എത്തി വലിയ നോക്കുന്നൊക്കെ ഉണ്ട്. ബായ്. പണ്ട് ഞാൻ എൻ്റെ മാഗസിനുള്ള കാലത്ത് ഇവിടെ നെല്ലിയാമ്പതിയിലേക്ക് ഒരിക്കൽ വരുമ്പോൾ ഇവിടെ അപരിചിതൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കായിരുന്നു. മമ്മൂക്കയും പിന്നെ നമ്മുടെ പൂച്ചക്കണ്ണൻ വിനീത് കുമാറൊക്കെയുള്ള ആ ഒരു സിനിമ. പൂച്ചക്കണ്ണൻ എന്ന് പറയുമ്പോൾ ബോഡി ഷേപ്പിംഗ് അല്ല കേട്ടോ, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനുശേഷം എത്രയോ വാഹനങ്ങൾ ഞാനിവിടെ വന്നിരിക്കുന്നു. എങ്കിലും ഇപ്പോൾ ഈ ഒരു വാഹനം ഓടിച്ചു വന്നപ്പോൾ ഒരു സ്പോർട്ടിനെസ് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ 5.7 സെക്കൻഡ്സ് കൊണ്ട് 100 കിലോമീറ്റർ വേഗമെടുക്കുന്ന ഒരു ഗംഭീര വാഹനമാണിത്. തന്നെയല്ല, ഇത് ആര് കണ്ടാലും തിരിഞ്ഞു നോക്കും. കാരണം വോൾവോയുടെ മറ്റ് വാഹനങ്ങൾ കാണാൻ ഭംഗിയാണെങ്കിലും ഇത് അതിലൊക്കെ വ്യത്യസ്തമായൊരു ഷേപ്പാണ് നമുക്കിനി പറയാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഒരു രീതി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും രസമാണെങ്കിൽ പോലും തോഴ്സ് ഹാമർ എന്ന് വിളിക്കുന്ന വോൾവോയുടെ ആ ഒരു സിഗ്നേച്ചർ ഹെഡ്ലാമ്പിൻ്റെ രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുൻഭാഗത്ത് ഇത് ഗ്രാഫിക്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഈ ഒരു ഡെമോ വാഹനമായതുകൊണ്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സൈഡ് പ്രൊഫൈലിലും ഈ പറഞ്ഞ പോലെ പക്ക SUV രൂപമല്ല, ഒരു മിക്സഡ് രൂപം എന്നാണ് പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായ രൂപം തന്നെയാണ്. ഒരു SUVയുടെ ആ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഗമയുണ്ടല്ലോ, ആ ഗമയൊക്കെ കൂടുതൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ലുക്കാണ്. 19 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഈ ഒരു വാഹനത്തിന് വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയ വീല് വേണമെന്ന് തോന്നിപ്പോകും. കാരണം അത്രയ്ക്ക് വലുതാണ്. സാധാരണ ഇതിൽ വലിയ വാഹനങ്ങൾക്ക് ചെറിയ വീല് കൊടുത്ത് വൃത്തികേടാക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ ഇത് ചെറിയ വാഹനത്തിന് വലിയ വീല് കൊടുത്ത് ഭംഗിയാക്കിയാണ് ചെയ്തിരിക്കുന്നത് പറയാം. 2650 മില്ലിമീറ്റർ വീൽ ബേസുള്ള വലിയ വാഹനമാണ്. കാഴ്ചയിൽ ഒരു ചെറിയ വാഹനം പോലെ തോന്നുമെങ്കിൽ പോലും ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു റൂഫ് ലൈൻ എന്ന് പറഞ്ഞാൽ അല്പം ചെരിഞ്ഞ് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു പക്ക SUVയുടെ സൈഡിലെ ആ ഒരു ഹൈറ്റ് അല്ല നമുക്ക് തോന്നുന്നത്. പിൻഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ശരിക്കും ഈ ഒരു സ്കാൻഡിനേവിയൻ വാഹനങ്ങളുടെ ആ ഒരു രീതി അത് കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഫുൾ LED സ്ട്രിപ്പും അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു അറ്റത്ത് നിന്ന് തുടങ്ങുന്നുണ്ട് വലിയൊരു സ്ട്രിപ്പ്.
അതുപോലെ തന്നെ താഴെയൊക്കെ ആണെങ്കിലും ഫുൾ ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം റീസൈക്കിൾഡ് കേട്ടോ. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ റീസൈക്കിൾഡ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് ഒട്ടും മോശമല്ല. ഇലക്ട്രിക്കലി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. 318 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ടെന്നല്ല, വളരെ ഫ്ലാറ്റാണ്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണെന്ന് പറയാം. സ്പെയർ ടയർ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതിപ്പോൾ പൊതുവെ യൂറോപ്യൻ വാഹനങ്ങൾ ഉപേക്ഷിച്ചു. ഇതിനുമില്ല, സ്പെയർ ടയർ കൊടുത്തിട്ടില്ല. അതിന് പകരം പങ്ക്ചർ കിറ്റാണ് പൊതുവെ കൊടുക്കാറുള്ളത്. ഇതുകൂടാതെ ഒരു 7 ലിറ്ററിൻ്റെ ഫ്രണ്ട് സ്പേസ് ഉണ്ട് മുൻഭാഗത്ത് ബോണറ്റിനുള്ളിലായിട്ട്. 7 ലിറ്ററിന് അധികം കൂടുതലില്ല. അതിനകത്ത് നമുക്ക് ചാർജിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വയ്ക്കാനായിരിക്കും, കേബിളൊക്കെ വയ്ക്കാനായിരിക്കും എളുപ്പം തോന്നും. അപ്പോൾ നമുക്കിതങ്ങനെ ഇലക്ട്രിക്കലി ക്ലോസും ചെയ്യാം. എന്തായാലും അങ്ങനെ എന്താണ് ക്ലോസ് ആകാത്ത യെസ്, ക്ലോസ് ആയി കഴിയുമ്പോഴാണ് ഇതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ കേട്ടോ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന കുറേ വരകൾ, നല്ല രസമുള്ള LED എലമെൻറ്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഭംഗിയായിട്ടുണ്ട്. ഈ X30 എന്നുള്ള ബാഡ്ജിങ് ഇതിൽ കാണുന്നുണ്ട്. മറ്റൊരു കാര്യം, എക്സ്റ്റൻഡഡ് റേഞ്ച് എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എക്സ്റ്റൻഡഡ് റേഞ്ചുള്ള അതായത് 500 കിലോമീറ്റർ റേഞ്ചുള്ള ഈ ഒരു മോഡൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ വിദേശത്ത് ഇതിനേക്കാൾ അല്പം കൂടി റേഞ്ച് കുറഞ്ഞ മോഡലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എക്സ്റ്റൻഡഡ് റേഞ്ച് എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, പിന്നെ ഡീഫോഗർ, ഒരു വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പിൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വളരെ കൗതുകമുള്ള രൂപമാണ്. ശരിക്കും പക്ക യൂറോപ്യൻ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രൂപം എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് ഈ X30. അപ്പോൾ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ശരിക്കും നെല്ലിയാമ്പതിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആകെ കുറച്ച് നീളമുള്ള ഒരു റോഡുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും നിർത്തിയിടും. ഇവിടെ നോക്കുമ്പോൾ അങ്ങേയറ്റത്ത് ഇപ്പം കുറച്ച് മിസ്റ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെയുള്ള ഫുൾ ആ താഴേക്കുള്ള കംപ്ലീറ്റ് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും കാണാൻ സാധിക്കും. പക്ഷേ കുറച്ചൊരു മഞ്ഞിൻ്റെ തിരശീല എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഇപ്പം മൂടി നിൽപ്പുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ X30 അടുത്ത് മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് ഈ വാഹനം ഇതിന് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഒന്നും തന്നെ ഇല്ല. നമ്മൾ മറ്റ് ചെറിയ ചില വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ത്യയിലുള്ള മറ്റു ചില വാഹനങ്ങൾ പോലെ തന്നെ അടുത്തേക്ക് വരുമ്പോൾ വാഹനം നമുക്ക് വേണ്ടി തയ്യാറായി കിടക്കുകയാണ്. നേരെ കയറുക, ഗിയർ ഇടുക, പോവുക, ഗിയർ സെലക്ടറിൽ ഡ്രൈവ് ഇടുക, പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ അൺലോക്ക് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ ഈ ബി പില്ലറിൽ കാണുന്ന ഈ ഒരു ചെറിയ സ്പോട്ടിൽ നമ്മൾ ഇതൊന്ന് ഈ കാർഡൊന്ന് ടച്ച് ചെയ്താൽ ഓപ്പൺ ആകുന്നു, അൺലോക്ക് ആകുന്നു. കണ്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്നാലും നമുക്ക് നെല്ലിയാമ്പതിലേക്കുള്ള യാത്ര തുടരാം അല്ലേ. നെല്ലിയാമ്പതിയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്ന മറ്റൊരു സാധനം ഈ കാണുന്ന വേര്. വർഷങ്ങളായിട്ട് ആ വേര് എങ്ങനെയുണ്ട്, ഒരിക്കലും താഴേക്ക് വീഴാതെ മരത്തിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് റോഡ് ഇത്തിരി മോശം, ടാറിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി എത്തിയിരിക്കുകയാണ്. നെല്ലിയാമ്പതി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ രസമുള്ള സംഭവിച്ചാൽ ഒരു ചെറിയ നമ്മളിപ്പോൾ കട്ടങ്കാവി കുടിക്കുന്ന ഈ സ്ഥലത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റമർ സർവീസ് പോയിൻ്റാണ് ഈ ഒരു കുഞ്ഞ് കടയ്ക്കകത്ത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിഡ്രോവൽ 100 to 2000 ഒക്കെ നമുക്ക് ഇവിടുന്ന് ക്യാഷൊക്കെ വിഡ്രോ ചെയ്യാം. ഒരു ATMൻ്റെ വേറൊരു രൂപം എന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു കുഞ്ഞ് കമ്പ്യൂട്ടറൊക്കെ സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ പലപ്പോഴും നെറ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും ATM കൗണ്ടറുകൾ കാണാത്തത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ ചെയ്യാം. ചായക്കടയ്ക്കകത്ത് ശ്രീബുദ്ധൻ്റെ പടം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ ശ്രീബുദ്ധൻ വരാൻ സാധ്യതയില്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ചായക്കടയുടെ പേര് ശ്രീബുദ്ധൻ എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. പൊതുവെ വീടുകളിൽ ശ്രീബുദ്ധൻ്റെ പടം വയ്ക്കരുതെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ശ്രീബുദ്ധൻ ഭാര്യ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതാണല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് കെട്ടിയവൻ ഇറങ്ങിപ്പോകുന്നതാണ് പൊതുവിശ്വാസം. അതുകൊണ്ട് തന്നെ ഭാര്യമാരെ നിർബന്ധമായിട്ടും വീട്ടിൽ ബുദ്ധൻ്റെ പടം വയ്ക്കുന്നൊരു പതിവും കൂടെ ഉണ്ട് പല നാട്ടിലും, കേരളത്തിലും. അതുപോലെ മറ്റൊരു വിചിത്രമായ കാര്യം ഞാൻ കണ്ടത്, ഇപ്പോൾ തായ്ലൻഡിൽ പോകണമെന്ന് നിങ്ങൾക്കറിയാം, അറിയുമെന്ന് അറിഞ്ഞോളൂ. അവിടെയൊക്കെ നമുക്ക് ഹോർഡിങ്സൊക്കെ കാണാം. അതായത് ബുദ്ധൻ്റെ പ്രതിമയുള്ള ബുദ്ധനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് തായ്ലൻഡ് വെളിയിലേക്ക് പോകാൻ പാടില്ലെന്നാണ് നിയമം. അപ്പോൾ ചെറിയ സ്റ്റാച്ചു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അതൊന്നും നമ്മൾ തായ്ലൻഡ് വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല, കുറ്റകരമാണ്, ഇല്ലീഗലാണ്, ശിക്ഷാർഹമൊക്കെയാണ്. പല സ്ഥലത്തും അങ്ങനെ ഹോർഡിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയുടെ ഹൃദയഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ മനഃപൂർവ്വം അതിൻ്റെ സിറ്റി ഭാഗത്തേക്ക് എടുക്കാൻ, അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും.
ഇപ്പോൾ നമ്മൾ പോകുന്നത് ടീ എസ്റ്റേറ്റുകളുടെയൊക്കെ ഭാഗത്തേക്കാണ്. അതാണ് കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം. പിന്നെ നമുക്ക് പോകേണ്ടി വരുന്നത്, നമ്മൾ ഇങ്ങോട്ട് തിരിയാൻ നേരെ എടുത്തിരുന്നെങ്കിൽ നെല്ലിയാമ്പതി എന്ന് പേര് വരാൻ കാരണമായ ഒരു നെല്ലിമരമുണ്ട്. ഒരു എസ്റ്റേറ്റിനകത്താണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ അവർക്ക് ഒരു ഫീ ഒക്കെ ഉണ്ട് എൻട്രി ചെയ്യാൻ. അങ്ങനെയൊക്കെ കൊടുത്ത് കയറിപ്പോയാൽ നെല്ലിമരം കാണാം. നെല്ലിമരത്തിനവിടെ നോക്കിയാൽ നമ്മൾ താഴെ കാണുന്ന കേരളത്തിലെ കാഴ്ചകളാണ്. നേരെ നോക്കിയാൽ കേരളം, വലതുവശത്തേക്ക് നോക്കിയാൽ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് അവിടെ നിന്ന് കാണുന്നത്. എന്തായാലും റോഡ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ വരുന്നതുകൊണ്ട് നന്നാക്കുമായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ 171 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ വാഹനമായിട്ട് പോകുമ്പോൾ അടി തട്ടുമെന്നുള്ള പേടിയോ അതൊന്നും വേണ്ട. വളരെ മോശം വഴികളിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നു. തന്നെയല്ല, നന്നായിട്ട് ടാർ ചെയ്ത് നമുക്ക് തോന്നുന്ന റോഡുകളിൽ പോലും ഒരു ഭയങ്കര ബമ്പിയാണ്. അത് അങ്ങനെയാണ് ടാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബമ്പി റൈഡൊന്നുമല്ല. എന്നാൽ തന്നെയുമല്ല, ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ താഴെ ബാറ്ററി പാക്കിങ്ങിന് വിരിച്ചിരിക്കുന്നതുകൊണ്ട് താഴേക്ക് എപ്പോഴും ഒരു വെയിറ്റ് ഉണ്ട്. അത് എന്താ പറയണ്ടത്, നമുക്ക് ഓടിക്കുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി കൂടുതൽ തോന്നിക്കാനൊരു കാരണമാണ്. വളരെ എൻജോയ് ചെയ്താണ് നമ്മൾ ഈ വാഹനം ഓടിച്ചു വന്നത്. യാതൊരു അതിശയോക്തിയുമില്ല. നല്ല രസമായിട്ട് ടേണുകളൊക്കെ തിരിഞ്ഞ് സ്ട്രൈറ്റ് ലൈനിലൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡൊക്കെ എടുത്ത് നല്ല രസമുള്ളൊരു ഡ്രൈവാണ് EX30 സമ്മാനിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. അതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ടീ ഫാക്ടറി വിസിറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, ഉണ്ട്. വേണമെങ്കിൽ കയറി നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ഈ ഭാഗത്ത് വലിയ മോശമല്ലാത്ത രീതിയിൽ ഇപ്പോഴും ടീ എസ്റ്റേറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വാഗമണാണ് ആ കാര്യത്തിൽ കംപ്ലീറ്റ്ലി തകർന്നു പോയൊരു സ്ഥലം. വാഗമണിലെ ടീ എസ്റ്റേറ്റുകളൊക്കെ ആകെ വല്ലാത്ത നാശോന്മുഖമായെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അവിടെ നേരെ ഗംഭീരമായ മലനിരകൾ കാണുന്നു. ഈ എസ്റ്റേറ്റുകളിൽ കൂടി നമ്മൾ അകത്തൂടെ കുറേ ഓടി ചെല്ലുമ്പോൾ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും നെല്ലിയാമ്പതി വരുന്നവർ ഞാനീ പറഞ്ഞ നെല്ലിമരത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയി അവസാനിപ്പിക്കുകയാണ് പതിവ്. പക്ഷേ ഇതുവഴി അങ്ങ് പോകുമ്പോൾ എസ്റ്റേറ്റുകൾ നടുക്കൂടെ നല്ല രസമുള്ള റോഡാണ്. അതിന് അങ്ങേറ്റത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലമൊക്കെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലത്തായിരിക്കും. നമുക്കതിലും അങ്ങോട്ട് തന്നെ പോകാമെന്ന് തോന്നുന്നു. സ്ഥിരം സങ്കേതങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ ഒരു മരം കണ്ട്. ഈ മരത്തിൽ കൊടിയാണ് തോന്നുന്നു കായ്ക്കുന്നത്. മൊത്തം ചുവന്ന കൊടി. അങ്ങനെ കൊടി കായ്ക്കുന്ന മരം കണ്ടു. വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കേരളത്തിന് ടൂറിസം ഭൂപടത്തിൽ കാര്യമായ സ്ഥാനം ലഭിക്കേണ്ട ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി. പക്ഷേ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളൊന്നും തന്നെ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതികൾ നമുക്കറിയാമല്ലോ. ഒന്നും വേണ്ട രീതിയിലല്ല. പിന്നെ ജനങ്ങളിതൊക്കെ തപ്പിപ്പിടിച്ച് വരുന്നതെന്നുള്ളൂ. അങ്ങനെ തപ്പിപ്പിടിച്ച് വരുന്ന ജനങ്ങളെ കാത്തിരിക്കുന്നത് ഈ കാണുന്ന കുഴിയുള്ള റോഡുകളും നല്ലൊരു ഹോട്ടൽ പോലും ഇല്ലാത്ത നെല്ലിയാമ്പതിയാണ്. നമ്മൾ ആദ്യകാലം തൊട്ടുള്ള നമ്മുടെ ഏത് മന്ത്രിസഭ എടുത്താലും ടൂറിസം മന്ത്രിമാർ മിക്കവാറും പൊട്ടന്മാരോ അല്ലെങ്കിൽ ബുദ്ധിശൂന്യന്മാരോ ദീർഘവീക്ഷണം ഇല്ലാത്തവരോ ആണെന്ന് കാണാം. അല്ലെങ്കിൽ കേരളം ഇങ്ങനെയൊന്നും അല്ല ആകേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോട്ടറി മദ്യം മാത്രം വിറ്റ് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണിപ്പോൾ. അതിന് പകരം നമ്മുടെ ടൂറിസം മാത്രം നന്നായാൽ മതി. കേരളത്തിന് വേറെ ഒരു മേഖലയിലും മുന്നോട്ട് പോയില്ലെങ്കിലും നമ്മൾ വളരെ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറും. പക്ഷേ എന്ത് ചെയ്യണം, ഭരിക്കുന്നവർക്ക് തോന്നണമല്ലോ. പ്രത്യേകിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന കാലാകാലങ്ങളായി തുടർന്ന് വരുന്ന ദീർഘവീക്ഷണമില്ലാത്തവരുടെ രീതികൾ മൂലം കേരളം ഇപ്പോഴും ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല. നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഒരു പോസ്റ്റർ കാണുന്നു. അജന്യ എന്ന കുട്ടിയെ പറ്റിയാണ്. ഞങ്ങളുടെ സ്വന്തം അഭിമാനം, അഹങ്കാരം. നെല്ലിയാമ്പതി തോട്ടം തൊഴിലാളിയുടെ മകൾ നാഷണൽ ലെവൽ നീറ്റ് പരീക്ഷയിൽ 6482 റാങ്കും കേരളത്തിൽ 541 റാങ്കും നേടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് MBBS അഡ്മിഷൻ ലഭിച്ച അജന്യ, ഡോട്ടർ ഓഫ് ജയൻ. എന്തായാലും ഇവിടെ എത്തിപ്പെടാനുള്ള പാട് പോലും നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ അജന്യ ഇവിടെ നിന്ന് കാര്യമായി പഠിച്ച് ഇത്രയും വലിയൊരു നേട്ടം കൊയ്തതിൽ നമ്മൾ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പഠിച്ച് പാസ്സായി കഴിഞ്ഞ് MBBS ഒക്കെ പാസ്സായി ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ചുമച്ചും കുറച്ചും വരുമ്പോൾ നമ്മളൊന്ന് ഓർത്ത് വെച്ചോണം, മുഖമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ തോട്ടം തൊഴിലാളികളുടെ മക്കളൊക്കെ ആണെങ്കിൽ നല്ല നിലയിലേക്ക് വരുന്നുണ്ട്. കാരണം അവരൊക്കെ വെളിയിൽ പോയി പഠിക്കാൻ തുടങ്ങി. പണ്ടത്തെ പോലെ പാടികളെന്നാണ് പണ്ട് വിളിച്ചിരുന്നത് ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ. അവിടത്തേക്ക് വളരെ മോശം അവസ്ഥയായിരുന്നു. ഇപ്പോഴും മൂന്നാറിലൊക്കെ അങ്ങനെ പലതും കേൾക്കുന്നുണ്ടെങ്കിൽ പോലും കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അജന്യയെപ്പോലെ കുട്ടികളൊക്കെ മുന്നോട്ട് വരട്ടെ, നല്ല വിദ്യാഭ്യാസം നേടി നല്ല നിലയിലൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നിങ്ങൾ മൂന്നാറിൽ കാണുന്നതിന് സമാനമായ മനോഹരമായ തേയിലത്തോട്ടം കാണണമെങ്കിൽ പിന്നെ നെല്ലിയാമ്പതി മാത്രമേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ
വാഗമൺ ഏതാണ്ട് നശിച്ചു കഴിഞ്ഞു. വയനാട്ടിലാണെങ്കിൽ തേയിലക്കൃഷിയേക്കാൾ കൂടുതൽ മറ്റ് കൃഷികൾ കൈയടക്കി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ മൂന്നാറിൻ്റെ അത്രയും ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ അത്രയും വിശാലമായിട്ടല്ലെങ്കിലും നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് നെല്ലിയാമ്പതിയിലേക്കാണ്. പക്ഷേ ഇപ്പം പണ്ടാര ചൂടാണ് കേട്ടോ, പഴയ പോലല്ല. ഇപ്പോൾ ഈ സമയത്തൊക്കെ നല്ല ചൂടായി. എന്തായാലും ഞാൻ ഈ ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും ഹൈ റേഞ്ച് തപ്പി പോകുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ ഹൈ റേഞ്ച് തപ്പി പോകുമ്പോൾ ലോകത്തിൽ തന്നെ എനിക്ക് ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളായിട്ട് തോന്നിയിരിക്കുന്ന മൂന്നാറാണ്. മൂന്നാറിൻ്റെ അത്യാവശ്യം സുന്ദരമായ ഒരു സ്ഥലവും ലോകത്തിലില്ലാന്ന് തോന്നിയിട്ടുണ്ട്. അതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നെല്ലിയാമ്പതിയിലെ കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഇവിടെ അധികം AVTയുടെയാണ് ഈ ഒരു എസ്റ്റേറ്റുകളധികം. AV തോമസ് ആ ഗ്രൂപ്പിൻ്റെയാണ് ഇവിടെ. മൂന്നാറിലത് ടാറ്റയാണെങ്കിൽ വാഗമണിൽ നേരത്തെ അത് മുഴുവൻ മണർകാട് പാപ്പൻ എന്ന വമ്പൻ അബ്കാരിയുടേതായിരുന്നു. മൈക്കിൾസ് ടീ എന്നൊക്കെ പറയുന്ന ആ ഒരു കമ്പനിയുടെ. പക്ഷേ ഇപ്പോൾ അവരത്ര കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. തൊഴിലുകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും കാരണം. എന്തായാലും നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. നമ്മൾ പോകുന്ന വഴി നല്ല ഭംഗിയുള്ള കാപ്പിത്തോട്ടങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ തേയിലയുടെ പ്രദേശം വിട്ട് കാപ്പിയിലേക്ക് എത്തി. എനിക്കൊന്ന് കാപ്പിക്കുരു കൊണ്ടുവന്ന ട്രാക്ടറാണെന്ന് തോന്നുന്നു. മസേ ഫെർഗ്യൂസൺ. വീണ്ടും നമ്മൾ തേയിലയാണ് കണ്ടോ. മുന്നിൽ കാണുന്ന വീണ്ടും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. ഇടയ്ക്കൊരു കാപ്പിത്തോട്ടം വന്നു പോയെന്നേ ഉള്ളൂ. മസാലേശ്വരം കൂടെ വട പോലെ ഇടയ്ക്കൊരു കാപ്പിത്തോട്ടം വന്നു. ഇതാ ഭംഗിയുള്ള ഈ ഒരു എസ്റ്റേറ്റിന് പേര് ലില്ലി എന്നാണ്. ലില്ലി ഇതാ എഴുതിയിട്ടുണ്ട് ലില്ലി. വിക്ടോറിയ, കരടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. AVT എഴുതിയിട്ടുണ്ട്. ഈ കരടി എന്നൊക്കെയുള്ള പേര് ശരിക്കും ഇവിടുത്തെ വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയതിനായിരിക്കും. കാരണം ഇവിടെ രാത്രിയിൽ ആനയും കടുവയും കരടിയൊക്കെ വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ താഴെ കണ്ട ചെക്ക് പോസ്റ്റിൽ നിന്ന് സന്ധ്യ കഴിഞ്ഞാൽ ഇങ്ങോട്ട് അങ്ങനെ കയറ്റി വിടില്ല. വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന സോണെന്നൊക്കെ എല്ലായിടത്തും എഴുതിയും വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം കൊളുന്ത് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാവിലെ ഇതിൻ്റെ ഏറ്റവും ഇളം ഇലകളാണ് കൊളുന്തെന്നറിയപ്പെടുന്നത്. അതാണ് പിന്നീട് ഉണക്കി തേയിലയാണ്. അതാ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ അത് പ്ലക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി അത് തൂക്കിയിട്ട് ഓരോരുത്തർ എത്ര കിലോ കൊളുന്ത് പ്ലക്ക് ചെയ്തു എന്ന് നോക്കിയിട്ട് അതനുസരിച്ചൊക്കെയാണ് ഇവിടെ തോട്ടം തൊഴിലുകൾക്ക് കാശ് കൊടുക്കുന്നത്. അത് തൂക്കാനുള്ള മെഷീൻ തൂക്കാനുള്ള ഒരു കമ്പും കോലുമൊക്കെയായി കാണുന്നത്. ശ്യാം അതിൻ്റെ ഇടയ്ക്ക് തേയിലയുടെ പൂവും കായും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മൂൺ റൂഫ് ആണെന്നുള്ളതാണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കൊടും വെയിലത്താണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു തരി ചൂടകത്തേക്ക് വരുന്നില്ല. ആ രീതിയിൽ ട്രീറ്റഡ് ആണ് ഈ ഗ്ലാസ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒട്ടും ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിന് പലപ്പോഴും ചേരാത്തൊരു സംഭവമാണ് ഈ മൂൺ റൂഫ് എന്ന് പറഞ്ഞാൽ. ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ വെൽ ട്രീറ്റഡ് ആയതുകൊണ്ടായിരിക്കും അകത്തേക്ക് ഇങ്ങനെ ചൂടൊന്നും വരുന്നില്ല. ഏതായാലും 272 BSP മോട്ടറാണ് ഈ വാഹനത്തിൽ. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പവർഫുൾ. താരതമ്യേന ചെറിയ വാഹനമായതുകൊണ്ട് അത്രയും മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. 373 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ 5.7 സെക്കൻഡ്സ് കൊണ്ട് 100 കിലോമീറ്റർ വേഗം എടുക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതിൻ്റെ ഇനിഷ്യൽ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് അല്പം കുറച്ചിട്ടുണ്ട്. സാധാരണ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മളെ പേടിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്നൊരു സംഭവമാണ്. അത് ഈവൻ കഴിഞ്ഞ ദിവസം നമ്മളത് കാണുകയും ചെയ്തു. ശ്യാമ ഓർമ്മയുണ്ടോ? നമ്മളൊരു ഹോട്ടലിൻ്റെ പോർച്ചിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ബഗ്ഗി, ഇലക്ട്രിക് ബഗ്ഗി വലിയ പരിചയമില്ലാത്ത ഒരാൾ കയറി ഓടിച്ചത്. അത് റിവേഴ്സിലേക്ക് ഒരു ഒറ്റ പോക്ക്. പുറകിലൊരു ക്യാമറമാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയോ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത് ഈ ഇനിഷ്യൽ ടോർക്ക് മാരകമായതുകൊണ്ട് ഓടിച്ച് പരിചയമില്ലാത്തവർ ഇലക്ട്രിക് വാഹനം ഓടിച്ചാൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇതിൻ്റെ ഇനിഷ്യൽ അല്പം കുറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മളങ്ങോട്ട് വലിച്ചു പറയുന്ന ഒരു രീതിയല്ല. എങ്കിൽ പോലും ഇലക്ട്രിക് വാഹനങ്ങൾക്കെല്ലാം ഒരു പൊതു രീതി ഉണ്ടെന്നുള്ള സത്യമാണ്. അപ്പോൾ അങ്ങനെ ഓടിക്കാൻ ഭയങ്കര രസമാണ് ഇത്. പ്രത്യേകിച്ച് ഈ ചെറിയൊരു വാഹനമായതുകൊണ്ട് നമുക്ക് എവിടെയും കുത്തിത്തിരികെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ എവിടെയും പാർക്ക് ചെയ്യാം.
എവിടെ എങ്ങനെ ഓവർടേക്ക് ചെയ്യാം, അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ കാര്യമായ രീതിയിൽ ഇപ്പം എന്താ പറയുക ആഘോഷിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. മറ്റൊരു കാര്യമുള്ളതിൻ്റെ ടേണിംഗ് റേഡിയസ് ആണ്. നമ്മളിപ്പോൾ ഈ ചെറിയ വഴിയിൽ ഇത് ഓടി വരുന്ന ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടി ശ്യാം ഒരു സ്ഥലത്ത് ഇറങ്ങി നിൽക്കുന്നു, ഞാൻ മുന്നിൽ പോയി റിവേഴ്സ് എടുത്ത് തിരിച്ചൊക്കെ വരുന്നു. വളരെ എളുപ്പത്തിലാണ് തിരിയുന്നത്, കുഞ്ഞു റോഡിൽ പോലും. അതായത് 10.6 മീറ്റർ ഉള്ളൂ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വാഹനം തിരിച്ചെടുക്കുന്ന ലാഘവത്തോടെ നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് പോകാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് ഏറ്റവും പറ്റുന്ന ഒരു സിറ്റി കാറായിട്ടാണെന്നുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് മനസ്സിലായത് രണ്ട് പേരായിട്ടാണെങ്കിൽ എത്ര ദീർഘദൂരം വേണമെങ്കിലും പോകാം. പക്ഷെ ബാക്കിൽ വളരെ ദീർഘദൂരം പിന്നിലും ആൾക്കാരിരുന്ന് പോകുക എന്ന് പറയുന്നത് കുറച്ച് ഈ സാധാരണ വലിപ്പമുള്ള ഈ വോൾവോയുടെ മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിപ്പമില്ലാത്തതുകൊണ്ട് അത്ര സുഖകരമായിരിക്കില്ല. എങ്കിലും 2 കുട്ടികളും അച്ഛനും അമ്മയൊക്കെ ആയിട്ടാണെങ്കിൽ വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാം, എത്ര ദൂരം വേണമെങ്കിലും പോകാം. പിന്നെ നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദീർഘദൂരം ഓടിയാലും നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. ഡ്രൈവർ സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്ക് വേണമെങ്കിൽ പൈലറ്റ് അസിസ്റ്റ്, ടൈം ഇൻ്റർവൽ ടു വെഹിക്കിൾ ഹെഡ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുന്നിൽ പോകുന്ന വാഹനങ്ങളുടെ ഒരു അകലം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 1 wheel ഡ്രൈവ്, ക്രീപ്പ് ഫോർവേഡ്, അതായത് വണ്ടി ഇഴഞ്ഞു നീങ്ങുന്ന, ബ്രേക്ക് ഔട്ടത് ഇഴഞ്ഞു നീങ്ങുന്ന ക്രീപ്പ് ഫംഗ്ഷൻ, റേഞ്ച് മോഡ്, അതിൽ നമുക്ക് വേണമെങ്കിൽ കുറേയൊക്കെ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ കൂടുതൽ റേഞ്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്ത് ഓൺ ചെയ്തൊക്കെ ഓടിക്കാം. ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ESC ഓഫ്, സ്റ്റിയറിംഗ് വീലിൻ്റെ പലതരത്തിലുള്ള ഫീലുകൾ, സോഫ്റ്റ്, മീഡിയം, ഫേം, പിന്നെ അത്രയുള്ള കാര്യം. പിന്നെ വ്യൂ ഓൾ ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലൈൻഡ് സ്പോട്ട് ഇൻഫർമേഷൻ, ഡോർ ഓപ്പണിംഗ് അലേർട്ട്, ഡ്രൈവർ അലേർട്ട്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കൊടുത്തിരിക്കുന്നു. എനിക്ക് EX30 അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ ഒരു സ്പേസാണ്. ഇഷ്ടം പോലെ സ്പേസാണ് ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്ത്. ഇവിടെ 2 ചാർജിങ് പാഡുകൾ കൊടുത്തിട്ടുണ്ട്, 2 മൊബൈലുകൾ ഒരേ സമയം ചാർജ് ചെയ്യാം. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്പേസ്. അതിനാൽ ഇതിൻ്റെ താഴെ വേണമെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റും. 2 ചാർജിങ് പോയിൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 ബട്ടണുകൾ എന്ന് പറയുന്നത് മുന്നിലെ പവർ വിൻഡോയുടെയാണ്. സാധാരണ ഇതിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല ഇവിടെ പവർ വിൻഡോ സ്വിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കീയുടെ ഡോറിൻ്റെ ലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തൈ സപ്പോർട്ട്. അത് അമേസിങ് ആണ്. കണ്ട് ഇത്രയും നീളമുണ്ട് ഈ ഒരു ഇരിക്കുന്ന ഭാഗത്തിന്. ഇവിടെ നല്ല തൈ സപ്പോർട്ടുണ്ട്. തന്നെയല്ല ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് 2 സീറ്റിനും ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ആ സ്വിച്ചൊക്കെ നല്ല രസമാണ്, വളരെ എളുപ്പമാണ് ഉപയോഗിക്കാൻ. ഒറ്റ സ്വിച്ചിൽ എല്ലാത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പാഡിൽ ആണെങ്കിലും 2-3 ബോട്ടിലൊക്കെ വയ്ക്കാം. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതെല്ലാം റീസൈക്കിൾഡാണ് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, അതുപോലെ ഹാൻഡ് റെസ്റ്റ്, അതെല്ലാം വളരെ വളരെ വെറൈറ്റിയാണ്. സംഭവം എല്ലാം വളരെ വെറൈറ്റി എന്നാണ് പറയേണ്ടത്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ മുൻഭാഗത്ത് ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ഇല്ല. ആകെ സ്റ്റിയറിംഗ് വീല് മാത്രം നമുക്ക് എടുത്തു പറയാനുള്ള കാര്യമുള്ളൂ. അതിൽ ഈ കാണുന്ന പോലെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചും പിന്നെ ഇവിടെ ഈ വോളിയം കൺട്രോൾ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇതാണ് ഗിയർ സെലക്ടർ എന്ന് പറയുന്ന സംഭവം. അത് വളരെ സൗകര്യപ്രദമായ സ്ഥലത്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ മറ്റ് സെലക്ടറുകൾ, അതായത് വൈപ്പറിൻ്റെയും ലൈറ്റിൻ്റെയും മറ്റും സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു സാധനമില്ല, എല്ലാം വളരെ ശൂന്യതയാണ്. കണ്ടില്ലേ, കൺസോളിൽ ഒരു സാധനമില്ല, വളരെ പ്ലെയിനാണ്. അത് വളരെ രസകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് വ്യൂ ബ്രൗസ് കണ്ടില്ലേ, അതിന് ഫ്രെയിമിലെ സൈഡ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ നല്ല രസമാണ്. ആകാശം നോക്കി വാഹനം ഓടിക്കാൻ പറ്റുന്ന, ഓടിക്കല്ല കേട്ടോ, ഇരിക്കുന്നവർ നോക്കിയാൽ മതി, ആ രീതിയിലുള്ള ഗംഭീര മൂൺ റൂഫും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, മനസ്സിന് സന്തോഷം തോന്നുന്നൊരു ഉൾഭാഗം തന്നെയാണ് പറയേണ്ടത്. പിൻഭാഗത്തൊന്ന് ഇരുന്ന് നോക്കാം അല്ലേ. ഞാൻ ഈ പിൻഭാഗത്തെ പറ്റി പറഞ്ഞപ്പോൾ സ്പേസ് കുറവാണെന്നൊക്കെ ഒരല്പം അങ്ങനെയൊക്കെ ഒന്ന് സൂചിപ്പിച്ചെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ, കണ്ടില്ല, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ പ്ലാറ്റ്ഫോം അല്പം ഉയർന്ന പോലെ തോന്നും. അതുകൊണ്ട് തൈ സപ്പോർട്ട് മുൻഭാഗത്ത് അത്രയും തൈ സപ്പോർട്ട് പ്രതീക്ഷിക്കരുത്. പക്ഷേ കാലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ സീറ്റ് അങ്ങേയറ്റം മുന്നിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു, ഇത് കുറച്ച് പിന്നിലേക്കും. ഇത്രയും സ്പേസൊക്കെ നമുക്ക് പിൻഭാഗത്ത് കിട്ടുന്നത്. എന്തായാലും വളരെ ഫ്ലാറ്റായ ഫ്ലോർ ആയതുകൊണ്ട് സുഖമായിട്ടിരിക്കാൻ സാധിക്കും. 3 പേർക്ക് ഇരിക്കാൻ സുഖമായിട്ടിരിക്കാം. ഇവിടെയൊക്കെയുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ, നല്ല സ്റ്റോറേജ് സ്പേസ്. വേണമെങ്കിൽ ഇത് നമുക്ക് കളയാവുന്ന രീതിയിലൊരു എന്തെങ്കിലും വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കളയാനും സാധിക്കും. ഇവിടെ ഈ കാണുന്ന 2 ഈ പിന്നിലെ വിൻഡോകളുടെ സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ മൊബൈൽ വയ്ക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട്. 2 ചാർജിങ് പോയിൻറ്റുകൾ അവിടെയും കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ ചെറിയ പേപ്പേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാം.
എന്തായാലും ആംബ്രസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതിന് പകരം ഇവിടെ 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഹെഡ് റെസ്റ്റ് ഒക്കെ ഉൾപ്പെടെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു നല്ല ഗ്രിപ്പാണ്, നല്ല ഗ്രിപ്പുള്ള സീറ്റാണ്, സുഖമായിട്ട് ഇരിക്കാം. താഴ്ന്ന വിൻഡോ ലൈൻ, അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ കൊണ്ടുപോകാം. പിൻഭാഗത്ത് വളരെ ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാം. കൂടാതെ നല്ലൊരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇങ്ങേയറ്റം വരെ ഈ ഒരു മൂൺ റൂഫിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്നു എന്നുള്ള കാര്യമാണ്. തന്നല്ല അങ്ങനെ നല്ല ഭംഗിയുള്ള സീറ്റൊക്കെ ആയതുകൊണ്ട് മുൻഭാഗത്തേക്ക് കൂടുതൽ വിസിബിലിറ്റി നമുക്ക് പിൻഭാഗത്തിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും 5 പേർക്ക് സുഖമായി തന്നെ യാത്ര ചെയ്യാം കേട്ടോ, അങ്ങനെ മോശമൊന്നും പറയാനില്ല. എങ്കിലും കമ്പയർഡ് ടു അതർ മോഡൽസ് ഓഫ് വോൾവോ ഇതിന് ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ അയ്യോ വലിപ്പം അത്ര പോലെല്ലാം തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് തീർച്ചയായിട്ടും ഇത് പറ്റുന്നത് ഏറ്റവും ഗംഭീരമായിട്ട് പറ്റുന്നത് സിറ്റി ഡ്രൈവിനാണ്. അല്ലെങ്കിൽ 2 അച്ഛനമ്മ കുട്ടികൾ അങ്ങനെയുള്ളവർക്ക് ദീർഘദൂരം പോകാം. യങ്സ്റ്റേഴ്സിനായിരിക്കും ഇത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധ്യത. ഇപ്പോൾ IT മേഖലയിലൊക്കെയുള്ള ഭാര്യയും ഭർത്താവും അവർക്കൊക്കെ പറ്റിയൊരു ഓഫീസിൽ പോകാനും ഔട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണിത്. പിന്നെ മറ്റൊന്ന് പറ്റുന്ന എനിക്ക് തോന്നി പ്രായമുള്ള അച്ഛനമ്മമാരുണ്ടല്ലോ, അവർക്ക് ഒരു ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ലൈഫിനൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന നല്ല റേഞ്ചുള്ള നല്ല സേഫ്റ്റിയുള്ളൊരു വാഹനം തന്നെയാണിത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം അറിയാമല്ലോ, വോൾവോ ആയതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. എങ്കിലും അഡാസിന് ലെവൽ 2 ഫീച്ചേഴ്സ് കൂടാതെ 36 സേഫ്റ്റി ഫീച്ചേഴ്സ് അല്ലാതെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള നിർമ്മാണ നിലവാരവും വോൾവോ ആയതുകൊണ്ട് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഗംഭീര വാഹനം തന്നെയാണിത്. ഇതിൻ്റെ ഡ്രൈവിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളിപ്പോൾ വളരെ വളവും തിരിവൊക്കെയുള്ള വഴികളിലൂടെ വന്നല്ലോ, അപ്പോൾ കുറച്ച് ഫേമായിട്ടുള്ള സ്റ്റിയറിംഗ് വീല് ഫേം എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ല രസമാണ് ഓടിക്കാൻ. കാരണം ആത്മവിശ്വാസം ഒട്ടും പോകാത്ത രീതിയിൽ നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഓടിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു അമ്പലം കൂടെ കാണിക്കാം കേട്ടോ. ഈ അമ്പലം എൻ്റെ ഒരു സ്ഥിരം ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അതായത് ഞാൻ ഏഷ്യാനെറ്റ്, ഇന്ത്യ വിഷൻ തുടങ്ങിയ ചാനലുകളൊക്കെ പ്രോഗ്രാം തരുന്ന സമയത്ത് നമ്മളിവിടെ വന്നിട്ടാണ് ഈ ഒരു യാത്ര അവസാനിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു അമ്പലം മുന്നിൽ നിന്ന് ഒന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ AVTയുടെ എസ്റ്റേറ്റിൽ കൂടെ വന്ന് പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു ജീപ്പ് കൊണ്ട് നിർത്തി നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നു. ഇത് അതിന് ശേഷമുള്ള ഈ ഭാഗം എന്ന് പറയുന്നത് ജേക്കബ് എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ഒരാളുടെ എസ്റ്റേറ്റാണെന്ന്. അപ്പോൾ അതിനുള്ളിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന മാരിയമ്മൻ കോവിലുള്ളത്. നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ് ഇവിടെ കേട്ടോ. നിങ്ങൾ ഇവിടെ നെല്ലിയാമ്പതി വരികയാണെങ്കിൽ ഈ മാരിയമ്മൻ കോവിൽ അന്വേഷിച്ചെന്ന് വന്നാലും കുഴപ്പമില്ല. ഈ ഒരു ഭാഗത്തേക്കുള്ള ഡ്രൈവും ഒക്കെ രസകരമാണ്. അപ്പോൾ എന്തായാലും വോൾവോ XC30ക്ക് നമ്മൾ നന്ദി പറയുന്നു. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ചാർജിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ 10 മണിക്കൂർ കൊണ്ടാണ് വീട്ടിലെ ചാർജറിൽ ചാർജ് ആകുന്നതെങ്കിൽ 150 kW DC ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ വെറും 25 മിനിറ്റ് കൊണ്ട് 90% വരെ ചാർജ് ആകും. അത്രയധികം പ്രാക്ടിക്കൽ വാഹനമാണിത്. പിന്നെ യാത്രാ സുഖമായാലും സേഫ്റ്റി ആയാലും എല്ലാ കാര്യത്തിലും വളരെ മുന്നിലാണെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ തോഴ്സാമറൊക്കെ ഓണായി ഉണ്ടോ, ഞാൻ നടന്നു വരുമ്പോൾ തന്നെ വാഹനം ഓണായി ഓടാൻ വേണ്ടി റെഡിയായിട്ട് കിടക്കുകയാണ് അദ്ദേഹം. ആ രീതിയിലുള്ള രസകരമായ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ എക്കണോമിക്കലായിട്ട് ഓടിച്ചു നടക്കുന്ന വാഹനമാണിത്. ഒരു പെട്രോൾ വാഹനത്തിൻ്റെതായ ചിലവുകളോ ഒന്നുമില്ല, നമുക്കറിയാമല്ലോ. ഇലക്ട്രിക് വാഹനമാണ്. പിന്നെ വോൾവോ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റഡ് ബ്രാൻഡിൻ്റെതായുള്ള എല്ലാ ബാക്കപ്പും നിങ്ങൾക്ക് കിട്ടും. ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് കാറ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ വോൾവോയുടെ ഏറ്റവും ചെറിയ ഇലക്ട്രിക് വാഹനമാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് വോൾവോ ആണല്ലോ, അങ്ങനെ വളരെ ചെറിയ വിലയ്ക്കല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 50 ലക്ഷം രൂപയോളം വിലയുണ്ട്. പക്ഷേ എങ്കിൽ പോലും വർത്താണ്. കാലാകാലം ഓടിക്കോളും. 8 വർഷം നിങ്ങൾക്ക് ബാറ്ററി വാറൻറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വോൾവോ നൽകുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ ചാമേ? പോകാം അല്ലേ? അപ്പോൾ നെല്ലിയാമ്പതിയിൽ നിന്നും വിശക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് 1:20 ആയി. അപ്പോൾ നെല്ലിയാമ്പതിയിൽ നിന്നും ഇവിടെ പറയുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി, ബൈ.